നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ട്രിങ്സിനെ കുറിച്ചാണ്. സ്ട്രിങ്സ് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ സ്ട്രിങ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഫംഗ്ഷൻസുമാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്കറിയാം സ്ട്രിങ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഉദാഹരണമായി ഞാനൊരു വാർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലോട്ട് ഞാൻ ജാവ സ്ക്രിപ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്യുന്നു. സോ ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്, സ്ട്രിങ് വേരിയബിളാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്. നമ്മൾ വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അറേ പ്രവർത്തിക്കുന്ന രൂപത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉദാഹരണമായി നമുക്ക് ഈ സ്ട്രിങ്ങിലെ ഓരോ ലെറ്ററും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി എനിക്ക് ഈ ജെ എന്ന് പറയുന്ന ലെറ്റർ ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ മതി. സോ നമുക്കറിയാം ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നായിരിക്കും. സോ ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് കൊടുത്ത ശേഷം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 0 എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജെ എന്ന് മാത്രം ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത് സീക്വൻസ് ഓഫ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇത് ക്യാരക്ടറുകളുടെ ഒരു അറേ ആയിട്ടാണ് സ്ട്രിങ്സിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കണക്കാക്കുന്നത്. ഉദാഹരണമായി എനിക്ക് എസ് വേണമെങ്കിൽ 0 1 2 3 4 5 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എസ് എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രിങ് പ്രവർത്തിക്കുന്നത് ഒരു അറേ രൂപത്തിലാണ്. സോ നമുക്കിനി സ്ട്രിങ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഫംഗ്ഷൻസ് നോക്കാം. സോ ഇതിൽ ആദ്യമായി വരുന്നത് ഈ ചാറാറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ചാററ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മളൊരു ഇൻഡെക്സ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് നമ്പറിലുള്ള ക്യാരക്ടർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി സോ നമുക്ക് ആ ചാററ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കുന്നു. ഡോട്ട് കൊടുത്ത ശേഷം നമ്മൾ ചാററ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു. ഉദാഹരണമായി എനിക്ക് വി ആണ്, വി നമുക്കറിയാം 0 1 2 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറിലാണുള്ളത്. സോ ഞാനിവിടെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് നമ്പറിലുള്ള ലെറ്റർ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും, വി എന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ 7 കൊടുത്തു കഴിഞ്ഞാൽ 7 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറിലുള്ള R നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് നമ്പറിൽ ഏത് ക്യാരക്ടറാണെന്ന് നമുക്ക് കണ്ടെത്തുന്നതിന് ഈ ചാററ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് കോൺകാറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. കോൺകാറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ടെക്സ്റ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സോ ഞാനിവിടെ മറ്റൊരു വാർ ടെക്സ്റ്റ് 1 ഈക്വൽ ടു ലേൺ എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് ഇനി ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് ഈ രണ്ട് ടെക്സ്റ്റും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒറ്റ സെൻറ്റൻസ് ആയി ലഭിക്കണം. സോ അതിന് നമുക്ക് കോൺകാറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 2 ലെറ്റർ കൊടുക്കുന്നു, അതിൻ്റെ വേരിയബിൾ നെയിം കൊടുക്കുന്നു ടെക്സ്റ്റ് ഡോട്ട്, അതിനുശേഷം നമ്മൾ കോൺകാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഈ ലേൺ എന്ന് പറയുന്നതിനോട് കൂട്ടി യോജിപ്പിക്കേണ്ട വേർഡ് അതാണ്. സോ നമുക്കറിയാം ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള ജാവാസ്ക്രിപ്റ്റ് ആണ്. സോ അതിനുള്ളിൽ ഞാൻ ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ സെൻറ്റൻസ് ആയി ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് രണ്ട് ടെക്സ്റ്റുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന്, രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് കോൺകാറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടു ലോവർ കേസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സോ നമ്മൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലുള്ള ഒരു ടെക്സ്റ്റിനെ നമുക്ക് സ്മോൾ ലെറ്ററിലോട്ട് മാറ്റുന്നതിന് നമുക്കത് ഉപയോഗിക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ വാർ ടെക്സ്റ്റ് ഈക്വൽ ടു ഹലോ എന്ന് ക്യാപിറ്റലിൽ കൊടുക്കുന്നു. സോ അതിനുശേഷം നമ്മൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ നമ്മൾ ടെക്സ്റ്റ് 1 ഡോട്ട് ടു ലോവർ കേസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ഫംഗ്ഷൻ ലോവർ കേസ് ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിനുള്ളിൽ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ എന്ന് നമുക്ക് സ്മോൾ ലെറ്റർ ലഭിക്കുന്നു. സോ നമുക്ക് ടു ലോവർ കേസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു ക്യാപിറ്റൽ ലെറ്ററിലുള്ള ഒരു ടെക്സ്റ്റിനെ നമുക്ക് സ്മോൾ ലെറ്ററിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെയുള്ളതാണ് ടു അപ്പർ കേസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ടു അപ്പർ കേസ് എന്ന് പറയുന്ന മെത്തേഡിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്മോൾ ലെറ്ററിലുള്ള ഒരു വേർഡിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ ലേൺ ജാവ സ്ക്രിപ്റ്റ് എന്ന് എഴുതി, നമ്മൾ മിക്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് ലേൺ ജാവാസ്ക്രിപ്റ്റ്. അതിൽ ചില അക്ഷരങ്ങൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലുണ്ട്. നമുക്ക് ഈ ടു അപ്പർ കേസ് എന്ന മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ടെക്സ്റ്റും ക്യാപിറ്റൽ ലെറ്റേഴ്സിലോട്ട് അഥവാ അപ്പർ കേസിലോട്ട് മാറുന്നതായിരിക്കും. സോ നമുക്ക് ടെക്സ്റ്റ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം ഡോട്ട് നമുക്ക് ടു അപ്പർ കേസ് എന്ന് പറയുന്ന മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. അതിനെ കോൾ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ലഭിക്കുന്നു. സോ നമുക്ക് ടു അപ്പർ കേസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു സ്മോൾ ലെറ്ററിലുള്ള ഒരു ടെക്സ്റ്റിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ലൈസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്.
ആ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു ടെക്സ്റ്റിൽ നിന്നും പ്രത്യേക കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സ്ലൈസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഉദാഹരണമായി എനിക്കിവിടെ ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. സോ ഇതിൽ നിന്ന് എനിക്ക് ജാവ എന്ന് മാത്രമുള്ള ടെക്സ്റ്റ് നമുക്ക് പ്രത്യേകം മാറ്റിയെടുക്കണം, സ്ലൈസ് ചെയ്തെടുക്കണം. സോ അതിന് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. സോ ഞാൻ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ഡോട്ട് സ്ലൈസ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു, ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏത് ഇൻഡെക്സ് നമ്പറിൽ നിന്നാണ് നമ്മുടെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ജാവ എന്നതിൽ ജെ എന്ന് പറയുന്ന ഈ ഒരു ലെറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ നമുക്ക് ആദ്യമായി നോക്കാം. സോ നമ്മൾ 0 1 2 3 4 5 6 ആണ് ജെയുടെ ഇൻഡെക്സ് നമ്പർ. സോ ആദ്യം നമ്മൾ ഏത് ഇൻഡെക്സ് നമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ കൊടുക്കുക. ശേഷം കോമ കൊടുത്ത ശേഷം അവസാനമായി നമുക്ക് ഏത് ഇൻഡെക്സ് നമ്പറാണോ വേണ്ടത് അതിനോടുകൂടി ഒന്നുകൂടി കൂട്ടിയിട്ടുള്ള ഒരു നമ്പർ കൊടുക്കുക. സോ നമുക്കറിയാം 6 ആണ് ജെയിൻ്റെ ഇൻഡെക്സ് നമ്പർ. സോ 7 8 9 ആണ് എയുടെ ഇൻഡെക്സ് നമ്പർ. സോ 9 ഒന്നുകൂടി കൂട്ടി നമ്മൾ 10 എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ അവസാനം രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. സോ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനോടുകൂടി ഒന്നുകൂടി കൂട്ടിയതിന് ശേഷമുള്ള ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജാവ എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ മാത്രമായി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ ഒരു ടെക്സ്റ്റിൽ നിന്നും പ്രത്യേക വേർഡ് നമുക്ക് സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് നമുക്ക് സ്ലൈസ് എന്ന് പറയുന്ന ഈ മെത്തേഡ് ഉപയോഗിക്കാം.